ഇത് എന്ത് സംവിധാനമായിട്ടാ ഈ കാണുന്ന ബിൽഡിംഗ്? ഇത് സത്യാഗ്രഹ സ്മാരകം എന്നാണ് അവർ പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഇത് ജനങ്ങൾക്ക് എന്ത് പ്രയോജനം? ഇത് വൈക്കമല്ലേ? ഇത് വൈക്കം സത്യാഗ്രഹം. പണ്ട് ഗാന്ധിജി ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ഇതിലെ പോയെന്നൊക്കെ പറഞ്ഞു. ഇതല്ല അത്. ഇതിൻ്റെ അപ്പുറത്തൊരു കേരള ഹോട്ടലുണ്ട്. ആ ഹോട്ടലിലാണ് ഗാന്ധിജി വന്നത്. അവിടെ ആണ് ബോട്ട് കിട്ടി. അവിടുന്ന് വന്നിരുന്നതും താമസിച്ചൊക്കെ ആ ഹോട്ടലിലാണ്. ഓക്കെ. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് പൊന്നപ്പൻ. ഞാൻ ഈ ജങ്കാറിലെ ജോലിക്കാരനാണ്. ഇത് സർക്കാരിൻ്റെ സംവിധാനമല്ലേ? സർക്കാരിൻ്റെ. ഇതുകൊണ്ട് വല്ല പ്രയോജനം ആർക്കുമില്ല. അപ്പോൾ ഈ രാത്രിയിൽ ഇതിനകത്ത് ഇങ്ങനെയുള്ള കിടപ്പുകാരാന്ന് തോന്നുന്നല്ലേ? അവിടെ സന്ധ്യയൊക്കെ പൂട്ടും. പക്ഷെ എന്നാലും പകല് പിള്ളേരൊക്കെ വന്ന് ഈ സൈഡിൽ ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഉണ്ട്. ഇതുകൊണ്ട് തന്നെ പ്രയോജനം തന്നെ? ഇതുകൊണ്ട് പ്രയോജനം എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് ജീവിക്കാം. കുറച്ച് പേർക്ക് വിരലെണ്ണാവുന്നു അല്ലേ? വിരലല്ല, വേണ്ട ഒരു 12-13 ജോലിക്കാരുണ്ട്. അവർക്ക് ജീവിക്കാം. അവർക്ക് എ സിയിൽ ഇരുന്ന് ഒരു ജനം പോലും അതിൻ്റെ അകത്തോട്ട് കയറുന്നു. ഇവിടെ ഇതുകൊണ്ട് വല്ല ചെറിയ ചെറിയ ഷോപ്പുകൾ ഈ വെളി വന്ന അതുകൊണ്ട് ഗുണമുണ്ടല്ലേ? ഷോപ്പുകളെന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ സ്മാരകം വരുന്നതിൽ ആർക്കും എതിരില്ല. അത് ഈ സൈഡിൽ 3 നില കട പണിയാണ്. കട പണിത് കഴിഞ്ഞിട്ട് അത് മുനിസിപ്പാലിറ്റിക്ക് ഒരു വരുമാനമാണ്. ഇപ്പോഴും മുനിസിപ്പാലിറ്റിക്ക് വരുമാനം ഇല്ലാത്ത ഇവിടുത്തെ പബ്ലിക് ടോയ്ലറ്റ് എവിടെയുള്ള? പബ്ലിക് ടോയ്ലറ്റേ ഇല്ല. അതൊരെണ്ണം ഇവിടെ ആവശ്യം അല്ലേ? ആ ടോയ്ലറ്റാണ് ഇവിടെ അത്യാവശ്യം. കാര്യം നമ്മളല്ല, സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ എവിടെ പോയാണ് ഒന്ന് മൂത്രമൊഴിക്കണം എന്ന് പറ. ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലമുണ്ടോ? നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ പറയല, അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ പറയല നമുക്ക് മൂത്രമൊഴിക്കാം. സ്ത്രീകൾ ഇവിടുന്നല്ല, ഇടുക്കിയിൽ നിന്നും അവിടെ നിന്നൊക്കെ ഈ ജങ്കാറ് കയറാൻ വേണ്ടിയിട്ട് വരുന്ന സ്ത്രീകൾക്ക് ഇവിടെ മൂത്രമൊഴിക്കാതെ സൗകര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചെന്ന് സംസാരിച്ചിട്ട് KTDC അവർ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ അതിന് സൗകര്യം ഇണക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് TV-യാണ്. അവിടെ മൂത്രപ്പരയുണ്ട്. അത് അവർ പൂട്ടി അവരുടെ അരയിലിട്ടിരിക്കുകയാണ്. ഇത് KTDC അല്ല, ഇത് ബോട്ട് കെട്ടി അവിടെ ഒരു കൊല്ലം ലേലത്തിൽ കൊടുത്താ മൂത്രപ്പര. ഇത് യൂട്യൂബ് ചാനൽ ഇട്ടോട്ടെ, കുഴപ്പമില്ല. ഇടണം, 10 പേരെ അറിയണം. വൈക്കത്ത് എന്താണ് ഇവിടെ വികസനം? വൈക്കത്ത് 50 കൊല്ലത്തിന് മുമ്പ് ഈ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയവൻ ഇന്ന് വന്നാലും അവനെ വഴി തെറ്റാതെ വീട്ടിൽ ചെല്ലും. ആരോടും ചോദിക്കുന്നു. 50 കൊല്ലത്തിന്. പിന്നെ തന്നെ വൈക്കം എന്ന് പറഞ്ഞാൽ ഈ അമ്പലം ഇല്ലെങ്കിൽ ഇവിടെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു പബ്ലിക് ടോയ്ലറ്റും വേണം. പിന്നെ ഇവിടെ വേണ്ടത് ടോയ്ലറ്റ് വേണം, പാർക്കിംഗ് സംവിധാനം ഇല്ലല്ലേ? പാർക്കിംഗ് സംവിധാനം ഇല്ല. പാർക്കിംഗ് ഇഷ്ടംപോലെ സ്ഥലം കിടക്കും ഇതിനകത്തല്ലേ? ഇത് കണ്ട് ഇതൊക്കെ പാർക്കിങ്ങിന് ഇഷ്ടംപോലെ ഏരിയ അല്ലേ? പിന്നെ ഇതൊന്ന് 1 വേ ആക്കണം. ഇതാണ് ബീച്ച് റോഡ് വഴി. വഴിയോട്ട് ഞായറാഴ്ച ഇന്നത്തെ ദിവസം ചെയ്ത് നോക്കിയൊന്ന് ഭയങ്കര തിരക്കായിരിക്കും. ഒരു പോലീസ് പോലും ഇവിടെ ശ്രദ്ധിക്കാറില്ല ഈ വണ്ടികൾ എങ്ങനെ പോകും. വരാറില്ല പോലീസ്. അവർക്ക് ഇതൊന്നും തിരക്കാൻ നേരെയില്ല. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. ഇതാണ് TV, അതിൻ്റെ ക്യാൻറ്റീനാണ്. ഞായറാഴ്ച ദിവസം അതും തുറക്കും. ഇവിടെ ഞാൻ നോക്കിയിട്ട് ചാക്കടയൊന്നും അതല്ലേ പറയും. ഇവിടെ പിന്നെ ഉള്ളത് ഇന്ത്യൻ കോഫി ഹൗസാണ്. അവിടെ ആണെങ്കിൽ നമ്മൾ വസ്തു പണയം വെക്കണം. 14 രൂപ ഒരു ചായ. തൊഴിലാളി വർഗ പാർട്ടിയുടെ ചായ സ്ഥാപന ഇന്ത്യൻ കോഫി ഹൗസ്. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇവിടെ മുഴുവനും നിങ്ങൾ ഒന്ന് നോക്കി. ഈ പ്രദേശത്ത് നോക്കി ഒരു കോടതി വരുന്നവർക്ക് പോലും ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യം. ഇതൊന്നും വേണ്ട, സ്ത്രീകൾക്കൊന്ന് മൂത്രമൊഴിക്കാൻ പോകും. സൗകര്യമില്ലല്ലേ? ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു.